നിങ്ങൾ പലർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലേ? ഇന്നാവട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ടാവും. യൂട്യൂബിൻ്റെ ഏറ്റവും ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. റീസെൻ്റ്ലി യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോളിസി ചേഞ്ച് മെയിൽ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് മോണിറ്റൈസേഷൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷോർട്സിനാണെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് മതിയായിരുന്നു. പക്ഷേ ഇനി മുതൽ അല്ലെങ്കിൽ 2027 ഫെബ്രുവരി 1 മുതൽ ആ പോളിസിയിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. 4000 പബ്ലിക് വാച്ചവേഴ്സ് എന്നുള്ളത് 8000 പബ്ലിക് വാച്ചവേഴ്സിലേക്ക് മാറുവാണ്. സബ്സ്ക്രിപ്ഷൻ്റെ അക്കൗണ്ട് നിലവിലുള്ളതുപോലെ തന്നെ ആയിരിക്കും. 1000 സബ്സ്ക്രൈബർ തന്നെ മതിയാവും. അതുപോലെ ഷോർട്ട് വ്യൂസ് ആണെങ്കിൽ 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ ഡബിൾ ചെയ്യുന്നുണ്ട്. 20 മില്യണിലേക്കാണ് പോകുന്നത്. അപ്പം 20 മില്യൺ ഷോർട്ട് വ്യൂസോ അല്ലെങ്കിൽ 8000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കും അടുത്ത വർഷം ഫെബ്രുവരി 1 മുതലുള്ള ഒരു പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ മെറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു വാല്യൂയിലേക്കൊക്കെ നമുക്ക് എത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും നാളെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് വെറുതെ സമയം പാഴാക്കണ്ട. ഇപ്പം തന്നെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ തുടങ്ങിക്കോളൂ. നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുന്ന ഒന്നും തന്നെ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സമയം ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ബൈ.